രാവിലെ 10:45 ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോഴിക്കോട് ജയിലിലെത്തിയത്. ജയിലിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി വിവിധ സെല്ലുകളിൽ സന്ദർശനം നടത്തി. തുടർന്ന് ജയിലിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി. ജയിൽ ഡിജിപി അലക്സാണ്ടർ ജേക്കബ്, ഇന്റലിജൻസ് എഡിജിപി ടി.പി. സെൻകുമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ജയിലിലുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്ന് മന്ത്രി സമ്മതിച്ചു. ഫോൺ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. റിമാൻഡ് പ്രതികളായതിനാൽ ജയിൽ മാറ്റാൻ കോടതിയുടെ അനുമതിക്ക് ശ്രമിക്കും. ജയിലിൽ പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തടയാൻ സെൻസർ ഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തിയതായും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. ഒന്ന്, റിമാൻഡ് പ്രതികളാണ് എന്നുള്ളത് കൊണ്ട് കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രമേ ഇവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് കോടതിയുടെ പെർമിഷൻ ചോദിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. രണ്ട്, ഉന്നതതല അന്വേഷണ സംഘത്തെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘം അടിയന്തരമായി അന്വേഷണം നടത്തണം. മൂന്ന്, ഇവിടെ കാണുന്ന ലാപ്സസ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുണ്ടാവും. അത് ജയിലിൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ചുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്മേൽ നടപടി ഉണ്ടാകുന്നതാണ്. മൊബൈൽ ഉപയോഗിക്കുന്നത് ജാമർ വർക്ക് ചെയ്യാത്തത് കൊണ്ടാകും. അതിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസം വരുന്നുണ്ടാകാം. അപ്പോൾ അത് സാങ്കേതികമായിട്ട് എങ്ങനെ പരിശോധിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഇതിനകത്ത് മൊബൈൽ വർക്ക് ചെയ്താൽ അപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി സംസാരിച്ച് സെൻസർ വെച്ച് അപ്പോൾ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക്. മാധ്യമപ്രവർത്തകരെ ജയിലിനകത്തേക്ക് കയറ്റാതെ DCC പ്രസിഡന്റ് KC അബുവിനെ ജയിലിൽ കയറ്റിയത് വിവാദമായി. മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് DCC പ്രസിഡന്റിനെ ജയിലിൽ നിന്നും പുറത്താക്കി. അതേസമയം ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് ഈ വിഷയത്തിൽ ഇന്നലെ നടത്തിയ പ്രസ്താവന തിരുത്തി. പുറത്തുവന്ന ചിത്രങ്ങൾ ജയിലിനകത്ത് നിന്നെടുത്തതല്ലെന്നായിരുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ താൻ അങ്ങനെയല്ല പറഞ്ഞതെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. താജ്മഹൽ പോയില്ലെങ്കിലും ഇലക്ട്രോണിക്കലി പല തെറ്റുകളും കാണിക്കാം, പരിശോധിച്ചിട്ട് പറയാമെന്നല്ലേ പറഞ്ഞ, അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല സാർ, ഇന്നലെ ഈ ഇവിടെ കയറുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു മുഹമ്മദ് ഷാഫിയുടെ ശബ്ദവുമായി സാമ്യമില്ല എന്ന് സാർ കേട്ടിട്ട് തോന്നുന്നില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ട് പറയാമെന്നല്ലേ. മീഡിയ 1 കോഴിക്കോട്.